ഇന്ന് പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷങ്ങളെക്കുറിച്ചും ഇസ്രായേലിന്റെ സൈനിക രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ ലോകം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു പേരാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടി. ചരിത്രം പരിശോധിച്ചാൽ ഇന്ന് നാം കാണുന്നത് പോലെ ആയിരുന്നില്ല പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള ലിക്വിഡ് പാർട്ടി. ഒരു സാധാരണ മധ്യ വലതുപക്ഷ മതേതര പ്രസ്ഥാനമായിരുന്നു ലിക്വിഡ്. എന്നാൽ ഇതെങ്ങനെയാണ് തീവ്ര വലതുപക്ഷ പാർട്ടിയായി മാറിയത്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 1948 ഇസ്രായേൽ രൂപീകൃതമായതിനു ശേഷം ആദ്യത്തെ 3 പതിറ്റാണ്ട് അവിടുത്തെ രാഷ്ട്രീയം പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നത് ലേബർ പാർട്ടികളായിരുന്നു. എന്നാൽ 1977 മെനാച്ചം ബെഗിന്റെ നേതൃത്വത്തിൽ ലിക്വിഡ് പാർട്ടി ആദ്യമായി അധികാരത്തിലെത്തിയതോടെയാണ് വലിയൊരു മാറ്റത്തിന് തുടക്കമാകുന്നത്. തുടക്കത്തിൽ ഫ്രീ മാർക്കറ്റ് നയങ്ങളെയും ശക്തമായ വലതുപക്ഷ നിലപാടുകളെയും പിന്തുണച്ചപ്പോഴും അവർ ഇസ്രായേലിലെ ജനാധിപത്യ സ്ഥാപനങ്ങൾക്കോ നിയമവ്യവസ്ഥയ്ക്കോ ഭീഷണിയായിരുന്നില്ല. എന്നാൽ മെനാച്ചം ബെഗിന്റെ കാലഘട്ടത്തിന് ശേഷം, പ്രത്യേകിച്ച് 1990കളിൽ ബെഞ്ചമിൻ നെതന്യാഹു പാർട്ടിയുടെ അമരത്തേക്ക് വന്നതോടെ ലിക്വിഡിന്റെ ഘടനയിലും ആശയങ്ങളിലും വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. നെതന്യാഹു ലിക്വിഡ് പാർട്ടിയെ തന്റെ സ്വന്തം അധികാര സംരക്ഷണത്തിനായുള്ള ഒരു ഉപകരണമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. പാർട്ടിയിലെ പരമ്പരാഗത ഉദാര വലതുപക്ഷ നേതാക്കളെയും വിയോജിപ്പുള്ളവരെയും അദ്ദേഹം ഒന്നൊന്നായി പുറന്തള്ളി. ഇതോടെ ലിക്വിഡ് എന്ന പ്രസ്ഥാനം നെതന്യാഹു എന്ന വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു പോപ്പുലിസ്റ്റ് പാർട്ടിയായി മാറി. തനിക്കെതിരെ ഉയർന്ന അഴിമതി കേസുകളിൽ നിന്നും നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാനും അധികാരത്തിൽ തുടരാനുമുള്ള ശ്രമങ്ങൾ അദ്ദേഹം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ഇസ്രായേൽ രാഷ്ട്രീയത്തിന്റെ അതിരുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന തീവ്ര മതദേശീയവാദി ഗ്രൂപ്പുകളുമായി സഖ്യമുണ്ടാക്കാൻ പോലും നെതന്യാഹു തയ്യാറായി. ഇന്ന് ഇസ്രായേൽ ഭരിക്കുന്ന സഖ്യ സർക്കാരിലേക്ക് നോക്കിയാൽ ഈ മാറ്റം വ്യക്തമായി മനസ്സിലാകും. ഇറ്റാമിർ ബെൻഗുർ, ബെസലേൽ സ്മോട്രിച്ച് തുടങ്ങിയ തീവ്ര വലതുപക്ഷ നേതാക്കൾക്കാണ് ക്യാബിനറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ നൽകിയിരിക്കുന്നത്. വംശീയ അധിക്ഷേപങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഇസ്രായേൽ കോടതികൾ തന്നെ മുൻപ് മാറ്റി നിർത്തുകയോ ശിക്ഷിക്കുകയോ ചെയ്ത വ്യക്തികളാണിവർ. ഇത്തരം ഗ്രൂപ്പുകളെ ഭരണത്തിന് താക്കോൽ സ്ഥാനങ്ങളിൽ ഇരുത്തിയതോടെ വെസ്റ്റ് ബാങ്കിലെ അനധികൃത ഇസ്രായേലി കുടിയേറ്റങ്ങൾ അതിവേഗം വിപുലീകരിക്കുക, ഗ്രേറ്റർ ഇസ്രായേൽ എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കാൻ ഫലസ്തീൻ പ്രദേശങ്ങൾ പൂർണ്ണമായി പിടിച്ചെടുക്കുക, ദ്വിരാഷ്ട്ര പരിഹാരത്തെ തള്ളിക്കളയുക തുടങ്ങിയ തീവ്ര ആശയങ്ങൾക്ക് ലിക്വിഡും നിലവിലെ ഭരണകൂടവും ഔദ്യോഗിക അംഗീകാരം നൽകുന്ന സാഹചര്യവും ഉണ്ടായി. ഈ തീവ്ര നയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും നെതന്യാഹുവിനും ലിക്വിഡ് പാർട്ടിക്കും അന്താരാഷ്ട്ര തലത്തിൽ, പ്രത്യേകിച്ച് അമേരിക്കയിലെ കൺസർവേറ്റീവ് ഇസ്രായേൽ ലോബികളിൽ നിന്ന് ലഭിക്കുന്ന വലിയ രീതിയിലുള്ള സാമ്പത്തിക, സൈനിക, നയതന്ത്ര സഹായങ്ങളാണ് അവരുടെ നിലനിൽപ്പിന് കരുത്തു പകരുന്നത്. 2022ലും 2023ലും അധികാരം നിലനിർത്താൻ ലിക്വിഡ് ഉണ്ടാക്കിയ ഈ തീവ്ര സഖ്യമാണ് ഇന്ന് ഗസയിലും വെസ്റ്റ് ബാങ്കിലും നാം കാണുന്ന സമാനതകളില്ലാത്ത അക്രമങ്ങൾക്കും പശ്ചിമേഷ്യയിലെ മൊത്തത്തിലുള്ള വിനാശകരമായ സംഘർഷങ്ങൾക്കും വഴി തുറന്നത് എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. ഈ മാറ്റം ഫലസ്തീനികൾക്ക് മാത്രമല്ല, ഇസ്രായേലിന്റെ സ്വന്തം ജനാധിപത്യത്തിനും വലിയ ഭീഷണിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇസ്രായേലിലെ നീതിന്യായ വ്യവസ്ഥയുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള ശ്രമങ്ങളും രാജ്യത്തെ ജനാധിപത്യ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്ന നടപടികളും ഇതിന്റെ ഭാഗമാണ്. ചുരുക്കത്തിൽ 1977 ഒരു സാധാരണ വലതുപക്ഷ പാർട്ടിയെ അധികാരം പിടിച്ച ലിക്വിഡ് ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ തീവ്ര മതദേശീയവാദ ആശയങ്ങൾ നയിക്കുന്ന ഒരു തീവ്ര വലതുപക്ഷ പാർട്ടിയായി പൂർണ്ണമായും രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞു. ഈ രാഷ്ട്രീയ മാറ്റം ഇസ്രായേലിന്റെ ഭാവി മാത്രമല്ല, ലോക സമാധാനത്തെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്.